യേശുദേവന്റെ ഉയിർപ്പിനെ അനുസ്മരിച്ച് ഗൾഫ് രാജ്യങ്ങളിലും ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു. UAE-യിലെ വിവിധ നഗരങ്ങളിലെ ദേവാലയങ്ങളിൽ ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾ നടന്നു. അതേസമയം ദുബായിൽ സുരക്ഷാ മുൻകരുതലിനെ തുടർന്ന് ആരാധനാലയങ്ങളിൽ വിശ്വാസികൾക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. ഒരു മാസത്തിലധികമായി തുടരുന്ന സംഘർഷത്തിനിടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്ദേശവും പ്രത്യാശയുടെ പ്രകാശവുമായി മറ്റൊരു ഈസ്റ്റർ കൂടി. മലയാളികൾ ഉൾപ്പെടെയുള്ള ക്രൈസ്തവർ UAE-യിൽ പ്രത്യേക പ്രാർത്ഥനകളുമായി ഈസ്റ്റർ ആഘോഷിച്ചു. ഏറ്റവും വലിയ കത്തോലിക്ക ദേവാലയമായ ദുബായ് സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിൽ ഈസ്റ്റർ തിരുകർമ്മങ്ങൾ ഓൺലൈനായി നടന്നു. മേഖലയിലെ സുരക്ഷാ കാരണങ്ങളാലാണ് ചടങ്ങുകൾ ഓൺലൈനാക്കിയത്. 50ഓളം വൈദികരുടെ നേതൃത്വത്തിൽ ഉയർപ്പ് തിരുനാൾ തിരുകർമ്മങ്ങൾ നടന്നു. വികാരിയേറ്റ് ഓഫ് സദേൺ അറേബ്യ ബിഷപ്പ് പൗലോ മാർട്ടിനെല്ലി ഈസ്റ്റർ സന്ദേശം നൽകി. I extend to all of you my heartfelt wishes for a joyful Easter, outbreak of a new war affecting our countries. Pope Leo has repeatedly called for peace in the region, making us feel his closeness. We also thank the local authorities for ensuring our safety. In these weeks, we have remained united in prayer and experienced everyone's solidarity. മുസഫ സെന്റ് പോൾ കാത്തലിക് പള്ളിയിൽ മലയാളത്തിൽ നടന്ന ഉയർപ്പ് തിരുനാൾ ഫാദർ ടോം ജോസഫിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു. UAE മലങ്കര കത്തോലിക്ക സഭയുടെ ശുശ്രൂഷകൾക്ക് റാസൽ കൈമ സെന്റ് ആന്റണീസ് ഓഫ് പാദുവ ദേവാലയത്തിൽ ജോൺ തുണ്ടിയത്ത് കോർ എപ്പിസ്കോപ്പ നേതൃത്വം നൽകി. ഷാർജ, ദുബായ്, റാസൽ കൈമ ഇടവകകളിലെ വിശ്വാസികൾ പങ്കെടുത്തു. നേർച്ച വിളമ്പോടുകൂടി പരസ്പരം ഉയർപ്പു തിരുനാളിന്റെ ആശംസകൾ കൈമാറിയാണ് വിശ്വാസികൾ സന്തോഷം പങ്കിട്ടത്. സഹോദരന്മാരുടെ അടുത്ത് ചെന്നവരോട് ഞാൻ എന്റെ പിതാവിന്റെയും നിങ്ങളുടെ പിതാവിന്റെയും എന്റെ ദൈവത്തിന്റെയും നിങ്ങളുടെ ദൈവത്തിന്റെയും അടുത്തേക്ക് ആരോപണം ചെയ്യുന്നു എന്ന് പറയുക. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.